മനുഷ്യ മനസ്സുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിഗൂഢ പ്രപഞ്ച രഹസ്യങ്ങൾ. അറിവിൻ്റെ പ്രകാശത്താൽ മാത്രം ചുരുളഴിയുന്ന പൊരുൾ ആണ് മരണം. ഇന്നലകളുടെ ദുർമരണങ്ങൾ ഇന്നിൻ്റെ പ്രേതമായും യക്ഷിയായും രക്തരക്ഷസുകളുമായി കറങ്ങി നടക്കുന്ന കഥകൾ ഇന്നും മനുഷ്യരെ പേടിപ്പെടുത്തുന്നു. അത്തരം പ്രേതഭൂതാദികളുടെ ദുരാത്മാക്കളുടെ ഒരു പുത്തൻ കഥയുടെ ടെലിഫിലിം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ടൗണിലെത്താൻ ഇനി എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂർ എടുക്കും. കാവ്യോത്സവം കാരണം റോഡ് ബ്ലോക്ക് ആയാൽ പിന്നെയും നേരം വൈകും. എടാ ഒരു ലേഡി കൈ കാണിക്കണ്ടല്ല. എന്തിയാ മാഡം? കോടനാട് വഴി ഒന്ന് പോണം. സാറേ എന്താ ചെയ്യാ? നമ്മൾ ഒരുപാട് ചുറ്റിക്കറങ്ങി പോണ്ടി വരില്ലേ? മാഡം ഞങ്ങൾ ടൗണിലേക്കാണ്. ഞാൻ തിരൂര് ഹൈസ്കൂളിലെ ടീച്ചറാണ്. എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിലേക്ക് വരും. ഇന്ന് തിരൂരിന്ന് ബസ് കിട്ടാൻ കുറെ വൈകി. ഈ സമയത്ത് കോട്ടനാട്ടേക്ക് വണ്ടി ഒന്നും കിട്ടില്ല. ഒന്ന് സഹായിക്കണം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. കാവിലെ ഉത്സവമാണ്. വീട്ടിലെല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരിക്കും. വണ്ടി വാടക എത്ര വേണമെങ്കിലും തരാം. മാഡം എന്നാ കയറിക്കോ. സാറ് എവിടേക്കാ? ഞാൻ ടൗണിലേക്കാണ്. കാവിലെ ഉത്സവമായ കാരണം വഴി ബ്ലോക്ക് ഉണ്ടാവോ? ഏയ് ബ്ലോക്ക് ഉണ്ടാവാൻ വഴിയില്ല. എന്റെ സ്ഥലം എത്തി. വണ്ടി നിർത്ത്. എന്റെ സ്ഥലം എത്തി. എന്റെ വീട് ഇവിടെ അടുത്താ. ഞാൻ വാടക ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. സുഹൃത്തെ, ആ മേഡത്തിനെ കാണാനില്ല. ഒരുപാട് നേരമായില്ലോ. അങ്ങോട്ടാണല്ലോ അവര് പോയത്. ഒരു പക്ഷേ അവര് നമ്മളെ സമർത്ഥമായിട്ട് പറ്റിച്ചതായിരിക്കോ? ഇപ്പൊ സ്ത്രീകളൊക്കെ ഉടായ്പകളാണ്. ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല. വേഗം നടക്ക്. കാവലുത്സവം തീരുന്നേക്കാൾ മുന്നേ അവിടെ എത്തണ്ടേ? സാധാരണ കാവലുത്സവത്തിന് നമ്മളാണ് ആദ്യം എത്താറ്. ഇന്ന് ഒരുപാട് വൈകിപ്പോയി. ചേട്ടന്മാരെ, ഒരു ലേഡി ഇതിലെ പോയാ? ഏത് ലേഡിയുടെ കാര്യം നിങ്ങൾ ചോദിക്കണേ? ഞങ്ങളുടെ കാറിൽ ഒരു ലേഡി വന്നു ഇവിടെ ഇറങ്ങി. വാടക എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കാത്തിക്കണം. ഇതുവരെ അവർ കണ്ടില്ല. ആ ലേഡി ടീച്ചറാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതെന്റെ മോളായിരിക്കും. അവളുടെ കുട്ടിക്കളി ഇതുവരെ മാറിയിട്ടില്ല. ഇത് എന്തൊരു പെണ്ണാൻ്റെ അപ്പോ. ചേട്ടാ, മക്കളെ വളർത്തുമ്പോ കുറച്ച് അച്ചടക്കത്തോടുകൂടി വളർത്തണ്ടേ? ഇനിയെങ്കിലും അവളൊന്ന് കൺട്രോൾ ചെയ്യും. മരിച്ചു പോയ ആളെ എങ്ങനെ കൺട്രോൾ ചെയ്യാനാ ഈ പറയണേ? 10 വർഷം മുമ്പ് എന്റെ മോള് വിഷം കഴിച്ച് മരിച്ചതാ. ഇപ്പോഴും അവളുടെ ആത്മാവ് ഇവിടെ കിടന്നലയേ. അപ്പോൾ ഞങ്ങൾ കണ്ടത് മരിച്ചുപോയ ആളാണോ? നിങ്ങൾ കണ്ടത് അവളെ തന്നെയായിരുന്നു. ഒരു കാലത്ത് ഈ നാട്ടിലെ ഏറ്റവും പ്രതാപശാലികളായ വീട്ടുകാരായിരുന്നു ഞങ്ങൾ. തറവാട് ക്ഷയിച്ച് നാറാണക്കളിൽ എടുത്തു. കടത്തിലായി. ആ ജോസഫാണ് എല്ലാം ചെയ്ത് തട്ടിയെടുത്ത് നമ്മളിന്ന്. അല്ല ചേട്ടന്മാരുടെ വീട് എവിടെ? ആ കാണുന്നതാ ഞങ്ങളുടെ വീട്. ആ വീടാ? ആകെ കാട് പിടിച്ച് കിടക്കാണല്ല. അവിടെ കുറുക്കനും പാമ്പൊക്കെ ഉണ്ടാവില്ല. നിങ്ങൾ എങ്ങനെയാ അവിടെ ജീവിക്കണേ? മരിച്ചുപോയവർക്ക് എന്ത് കാടും പാമ്പും. ഞങ്ങൾ എല്ലാവരും 10 വർഷം മുൻപ് മരിച്ചുപോയവരാ. കൂട്ട ആത്മഹത്യ ചെയ്തത്. മരിച്ചുപോയവരാ? ഓടിക്കോടാ. സാറേ, ജോസഫേട്ടൻ പറഞ്ഞ വീട് ഇതാണ്. ആള് വൈകിട്ട് വന്ന് ക്ലീൻ ചെയ്ത് ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. ജോസഫേട്ടൻ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളാണ്. പക്ഷെ അയാളെ കണ്ട 10 പൈസക്ക് ഗതിയില്ലാത്ത പോലെയല്ല സാറേ. ആളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. സാറേ, ഇവിടെ അടുത്ത് തിയേറ്റർ ഉണ്ട്. സാറിന് ബോറടിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് അവിടെ പോയി സിനിമ കാണാം. ഞാനിപ്പോ സിനിമ കാണുന്നത് വളരെ കുറവാണ്.
മുമ്പ് കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എല്ലാ സിനിമ കണ്ടിരുന്നതാണ്. സാറ് ഞാൻ പോട്ടെ, എന്തെങ്കിലും ആവശ്യം സാറെ വിളിച്ചാൽ മതി. ഓക്കെ സാർ. കോളിംഗ് ബെൽ അടിക്കണ്ടല്ല, ആരായിരിക്കും? അയാൾ പോയില്ലേ? ആരും ഇവിടെ കാണുന്നില്ല. വീണ്ടും കോളിംഗ് ബെൽ അടിക്കണ്ടല്ല. ആരെ കാണുന്നില്ല. ഇതെന്ത് ഇങ്ങനെ? ആരായിരിക്കും കോളിംഗ് ബെൽ അടിച്ചത്? ആരെങ്കിലും എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആരോ മനുഷ്യനെ കളിയാക്കാൻ നിൽക്കണം. ഇതൊന്നും ഇങ്ങനെ എന്തും പറയുവായ ആരും കാണില്ല. ഈ ജനലെന്താ തന്നെ തുറക്കി അടയ്ക്കുകയും ചെയ്തേ? ഒരു പക്ഷേ ജോസഫേട്ടൻ ജനല് അടയ്ക്കാൻ മറന്നുണ്ടാവോ? എന്താ ഞാനിപ്പോ തന്നെ ലോക്ക് ചെയ്ത ജനലാണുള്ളത്. ഇതെന്തിനും തുറന്നു നടക്കണം. ഈ ജനൽ കുറ്റിട്ട് തണ്ട, പിന്നെ തന്നെ വീണ്ടും തുറന്നു. എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിക്കാൻ? പിടി കിട്ടുന്ന ചില ആരാത്? ആരാ പുറത്ത്? ആരാണെന്ന് ചോദിച്ചേ? പുറത്ത് ആരാണ്? ആരാ പുറത്തേക്കണേ? എന്റെ അമ്മേ! ഇവിടെ അടുത്ത് എവിടെ റെസ്റ്റോറന്റ് ഉള്ളത്? എനിക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ. ജംഗ്ഷനിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാറ്. ലൈൻമാൻ രാജേട്ടനോട് പറഞ്ഞാൽ സാറിന് ആ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകും.
അമ്മേ ഇവിടെ മനസമാധാനമായിട്ട് ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ദൂരെന്ന് ഇവിടേക്ക് ജോലിക്ക് വന്നതാ. ഇവിടെ വാടക വീട്ടിൽ താമസിക്കുന്ന എന്നെ ഒന്നും ചെയ്യരുത്. ഇവിടെ വന്ന ഒരാളെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. നിന്നെ 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 അല്ല ചേട്ടാ, സിനിമ എപ്പോഴാ തുടങ്ങാ? സിനിമ 10 മണിക്കല്ലേ? നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. എന്തോ ഒരാള് വഴി കിടക്കണ്. അതുപോലെ കഞ്ചാവ് അടിച്ചിട്ടാണോ? അത് ചിലപ്പോ വണ്ടി ഇടിച്ചിട്ടായിരിക്കും. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അയ്യോ പ്രേതം, അയ്യോ പ്രേതം, പ്രേതം, ഞങ്ങള് വഴിപോക്കരാ. ചേട്ടാ ഇവിടെ എന്താ കിടക്കണേ? എന്നെ പ്രേതം കൊല്ലാൻ വന്നു. ഞാൻ ഓടി ബോധം കെട്ടി ഇവിടെ വീണു. എന്താ സംഭവം? ഇയാളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയാൾക്ക് എന്താ പറ്റിയേ? ഇയാളെ പ്രേതം കൊല്ലാൻ വന്നിട്ട് ബോധം കിട്ടുന്നു. ആ ചേട്ടനല്ലേ മറ്റേ KCBയിലെ സാറിന് വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തേ? അതേടാ മോനെ, ഞാനാണ്. നമ്മളെ രാത്രിയിൽ പ്രേതം ഓടിപ്പിച്ചിട്ട് വഴിയിൽ ബോധം കെട്ടി കിടക്കുകയാണ്. എന്നിട്ട് ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. അയാള് രാത്രി സ്വപ്നം കണ്ട് ഓടി വീണതായിരിക്കും. സാറിന് എന്താ പറ്റിയ? സാറ് പ്രേതത്തിനെ കണ്ട് പേടിച്ചെന്ന് പറയാനായിട്ടല്ല. ജോസഫേട്ട, നിങ്ങൾ എനിക്ക് വീട് ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഗസ്റ്റ് ഹൗസിന്റെ അവിടെ ഉള്ള ഒരു ഗോസ്റ്റ് ഹൗസിൽ കൊണ്ട് തന്നെ ആക്കില്ലേ? ഇനി ഈ വക ചതി ആരുടെ അടുത്തും ചെയ്യരുതിട്ടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ താനീ കൊലച്ചതി എന്നോട് ചെയ്തേ? സാറെന്നിട്ട് പ്രേതം പണ്ണം കേട്ടെന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? നിങ്ങൾ വാടകയ്ക്ക് തന്ന വീട്ടിൽ താമസമാക്കി അന്ന് തുടങ്ങി എനിക്ക് പ്രേതങ്ങളുടെ ശല്യമാണ്. ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. താൻ ഈ കൊലച്ചതി ആരോടും ചെയ്യരുതിട്ട് നീ. സാറ് ഇന്നലെ ലൈൻമാന്റെ അഞ്ചേട്ടൻ ആക്സിഡന്റിൽ മരിച്ച്. സാർ അറിഞ്ഞ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഞാനെങ്ങനെ അറിയാനാ? ഞാനിവിടെ അല്ലേ. ജോലി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അപകടം പറ്റിയത്. ഓപ്പോസിറ്റ് വന്ന വണ്ടി ഇൻഡിക്കേറ്ററാണ്ട് KK റോഡിലേക്ക് തിരിഞ്ഞു. ആ വണ്ടിയുമായി തട്ടി സ്പോട്ടിൽ വെച്ച ആള് മരിച്ചു. ജോസഫേട്ടൻ എന്നിട്ട് സാറിന് ആ പ്രേതമുള്ള വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അവിടെ പ്രേതമൊന്നുമില്ലല്ലോ. ഞാനൊരു മന്ത്രവാദിനെ കൊണ്ട് നെക്ക് ഒഴിപ്പിച്ചാലേ.
സാറേ സാറിന്റെ നാട്ടിലെത്താൻ ഇനി ഒരു 4 മണിക്കൂറും കൂടി എടുക്കുമല്ലോ. നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 3.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ദേ ഒരു പ്രേതം നിൽക്കണ്. ആ ചേച്ചി വണ്ടിക്ക് കൈ കാണിക്കണ്ടല്ലോ. അയ്യോ, സാറേ ഞങ്ങളെ കൊല്ലിക്കൽ വരെ ഒന്ന് കൊണ്ടുപോകോ? അവിടേക്ക് നേരത്തെ വണ്ടിയൊന്നുമില്ല. കൊല്ലിക്കലാ? ആ സ്ഥലത്തിൻ്റെ പേര് വെക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലോ. നിങ്ങൾ വല്ല പ്രേതങ്ങളാണോ? പ്രേതങ്ങളാ? സാറെന്തുട്ടി പറയണ, ഞങ്ങൾ മനുഷ്യരാണ്. ഞാൻ ഈ നാട്ടിൽ വന്ന അന്ന് മുതൽ പ്രേതങ്ങളുടെ ഭയങ്കര ശല്യമാണ്. ഞാൻ ഈ നാട് വിട്ടു പോവാണ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോവോ? പ്രേതങ്ങൾ മാഞ്ഞു പോകുന്നു സാറിന് എങ്ങനെ അറിയാ? അതെനിക്കറിയാം, കാരണം ഞാനൊരു പ്രേതമാണ്. സാറ് പ്രേതോ? എന്തുട്ടേക്ക് പറയണ? ഞാൻ മരിച്ചുപോയ ആളാണ്. ഇന്നലെ രാത്രി പ്രേതങ്ങൾ എന്നെ കൊന്നു. നിങ്ങൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അയാൾ മാഞ്ഞു പോയി, ഓടിക്കോ. അയ്യോ, അയാൾ പ്രേതമായിരുന്നു.